മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ സ്പിരിച്വൽ ലോസിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ദ ലോ ഓഫ് തോട്ട്, ദ ലോ ഓഫ് കൺഫെഷൻ, ഈ 2 ലോയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് കാണണം, അത് നിങ്ങൾക്ക് പ്രയോജനമാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. ചില ആകർഷണ നിയമം എന്ന് പറയാം. ആകർഷണ നിയമം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യു ക്യാൻ അട്രാക്റ്റ് വാട്ട് യു റെസ്പെക്റ്റ്. അതായത് നിങ്ങൾ ബഹുമാനിക്കുന്നത് നിങ്ങൾ ആകർഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളായിട്ടില്ല എന്നുള്ളത് അതാകണമെന്നും നമുക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങളത് ബഹുമാനിച്ചാൽ അത് നിങ്ങളെ ആകർഷിക്കും. ഒരു കുഞ്ഞ് ഒരു റൂമിൽ കയറിയാൽ അവിടെ ധാരാളം ആളുകൾ ഉണ്ടാവും. അവരെ മറികടന്ന് ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അരിയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അനിമൽസ്, പട്ടി പോലും എത്ര ആളുകൾ അവിടെ നിന്നാലും അതിനിഷ്ടമുള്ള, അത് ബഹുമാനിക്കുന്ന വ്യക്തിയുടെ അരിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതെന്തായാലും അഭിഷേകം, വ്യക്തികളെ, വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും ഇത് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. സ്പിരിച്വലായിട്ടും അല്ലാതുള്ള മേഖലകൾ എല്ലാം ഇത് പ്രവർത്തിക്കും. ഏലിയാവിൽ നിന്ന് ഇരട്ടി അഭിഷേകം ഏലിശായ്ക്ക് കിട്ടി. ഏലിയാവ് പോയപ്പോൾ ഏലിശയുടെ മുകളിൽ ആ പുതപ്പ് വീണതായിട്ട് കാണും. ഏലിശ തൻ്റെ ജോലി ഉപേക്ഷിച്ച്, ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഫാമിംഗ് ആയിരുന്നു, കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഉപേക്ഷിച്ച് ഏലിയാവിനെ പിന്തുടരുവാൻ വലിയ താല്പര്യമായിരുന്നു. കാളകളെല്ലാം കൊന്ന്, പൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വെട്ടി കീറി തീ കത്തിച്ച് ടോട്ടൽ കോൺസിക്രേഷൻ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടൊരു സമർപ്പണം. എന്തിനു വേണ്ടിയാണ്? തൻ്റെ എന്ത് റെസ്പെക്റ്റ് ചെയ്തോ, ആ ഏത് വിളിയെ അവൻ റെസ്പെക്റ്റ് ചെയ്തോ അതിനു വേണ്ടിയുള്ള ഒരു ടോട്ടലായിട്ടുള്ളൊരു സെപ്പറേഷൻ. ഏലിശ ഒരു ദാസനായി അവസാനം വരെ അവനെ ഫോളോ ചെയ്തതെന്ന് കാണാം. ആരെ? ഏലിയാവിനെ. അവിടെ നിന്ന് അവന് ഡബിൾ പോർഷൻ ഓഫ് അനോയിൻറ്റിങ് അത് കിട്ടി. അവൻ്റെ ചോദ്യം വളരെ ഹാർഡായിരുന്നു, എന്നാൽ അത് അവന് കിട്ടി. എന്നാൽ പ്രവാചകന്മാരുടെ മക്കൾ, അവരെല്ലാം പ്രവാചക ശിഷ്യന്മാരാണ്, അതിനോട് ബഹുമാനം കാണിച്ചില്ല. എന്നാൽ ഏലിശ ആ ബഹുമാനം കാണിച്ചതുകൊണ്ടാണ് ഏലിശയ്ക്ക് അത് കിട്ടി. അനേകം പ്രവാചക ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു. ഏലിശ ആ പുതപ്പുമായിട്ട് തിരിച്ചു വന്ന് യോർദാനെ പിളർത്തി അടിച്ചിട്ട് അത് കയറി, യോർദാൻ കയറി ഇക്കരെ വന്നു കഴിഞ്ഞപ്പോഴേ ആ പ്രവാചക ശിഷ്യന്മാർക്ക് മനസ്സിലായി ഏലിയാവിടെ ആത്മാവ് ഏലിശയുടെ മേളിലുണ്ടാകും. മർക്കോസ് 3:14 ഇതുപോലെ യേശു 12 ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി അയക്കുന്നു. പിന്നീട് അവരെ അപ്പോസ്തലന്മാരാക്കി അവനോടുകൂടെ ഇരുത്തുന്നു. ഈ ആത്മീയ ദാനങ്ങൾ അവർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കാണുന്നത് ബഹുമാനിക്കുന്ന, വാട്ട് യു അട്രാക്ട്, ദ തിങ്സ് യു അട്രാക്ട്, വാട്ട് ഈസ് റെസ്പെക്റ്റ്. നിങ്ങൾ എന്ത് ആദരിക്കുന്നു അത് നിങ്ങളെ ആകർഷിക്കും. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളത് ബഹുമാനിക്കണം. അതുമായി ക്വാളിറ്റി ടൈം, നല്ല സമയം കൊടുക്കണം. ചില അഭിഷേകങ്ങൾ മരിച്ചു പോകുന്ന കാരണം ആ മാൻഡിൽ അഭിഷേകം ഏറ്റെടുക്കാൻ, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഏലിയാവിൻ്റെ അഭിഷേകം ഏലിശായ്ക്ക് വന്നു. എന്നാൽ ഏലിശയുടെ അഭിഷേകം എവിടെ പോയി? അത് ഗേഹസിലേക്ക് വരേണ്ടായിരുന്നു, അത് വന്നില്ല. ആരാണ് കാരണം? നോ അട്രാക്ഷൻ. ഗേഹസിക്ക് അങ്ങനൊരു അട്രാക്ഷൻ ഇല്ലായിരുന്നു, ഏലിശായ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിശായിലേക്ക് വന്നത്.
ഗേഹസ്ഥിക്ക് അങ്ങൊരു താല്പര്യമില്ലായിരുന്നു. നിങ്ങൾക്കൊരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന അഭിഷേകം കിട്ടുവാൻ ആ വ്യക്തിയുമായി സമയം ചിലവഴിക്കണം. ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അഭിഷേകം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഒരു ഡിബേറ്റബിളാണ്. ഒരു വ്യക്തിയുടെ ദൈവം വ്യാപരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും എക്സാമ്പിൾ എടുത്തു, ലോകത്തിലെ ഏറ്റവും വലിയ പ്രീച്ചറോ അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളെ കാണിക്കുന്ന ആളോ ആരെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തു. ആ വ്യക്തിയുമായി നമ്മൾ സമയം ചിലവഴിക്കുമ്പോഴും ആ മനുഷ്യൻ പറയുന്ന, ആ വ്യക്തി പറയുന്ന സെർമൺസ് അല്ലെങ്കിൽ അവൻ്റെ ടീച്ചിങ്, അവൻ്റെ പ്രെയറൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, അവനോട് കൂടെ നടക്കുമ്പോൾ, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള അവൻ്റെ ഒരു സ്റ്റൈല് നമ്മളിലേക്ക് അറിയാതെ വരികയാണ്. വി ആർ റെസ്പെക്റ്റിംഗ് ദാറ്റ് പേഴ്സൺ. ആ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴത് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. സദൃശവാക്യം 13:20 ജ്ഞാനികളോട് കൂടെ നടക്കാൻ നീ ജ്ഞാനിയാവും, ഭോഷന്മാരുടെ കൂട്ടാളിയാണോ നീ വ്യസനിക്കേണ്ടി വരും. നിങ്ങൾ നടക്കുന്നത് ആത്മീയനോടാണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ജഡികനോടാണ് നടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ജഡികനായിത്തീരും. ഡോണ്ട് ഹാങ് ഔട്ട് വിത്ത് ഫൂൾസ്. എപ്പോഴും ഓർക്കേണ്ടതാണ്, മടയന്മാരോട് ഹാങ് ഔട്ട് ചെയ്ത് ജീവിക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെ റെസ്പെക്റ്റ് ചെയ്യുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടും എന്ന് നമ്മൾ മറന്നു പോകും. സദൃശവാക്യം 22:24 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ. കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോട് നടക്കുകയും അരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരും. സോ ഈവിൾ കമ്പനി കറപ്റ്റ് ഗുഡ് മാനർ. എപ്പോഴും ഇത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ കമ്പനി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള 1 കൊരിന്ത്യർ 15:33 പറയുന്നത്, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഗുഡ് മാനേഴ്സ് ദുർഭാഷണത്താൽ. അവിശ്വാസികളോട്, അതുകൊണ്ടാണ് പറയുന്നത് അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. 2 കൊരിന്ത്യർ 6:14-18 വരെ. വി ഷുഡ് ബി കെയർഫുൾ. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഈ ആത്മാവിൻ്റെ ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. ബിസിനസ്സിനൊക്കെ പാർട്ട്നേഴ്സ് ആകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാൽ പ്രാക്ടീസ് നടത്തുന്ന ബിസിനസ്, അത് ഭയങ്കര ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം മാൽ പ്രാക്ടീസിനകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴേ അവിടെ ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു ട്രാൻസ്ഫർ നടക്കുകയാണ്. നമ്മളറിയാതെ അത് വരികയാണ്. അവിശ്വാസികളുമായി കല്യാണം കഴിക്കുമ്പോൾ ഇത് തന്നെ ഉണ്ടാകുന്നു. അവിശ്വാസികൾ ഇണയില്ല പിണ കൂടെന്ന് പറഞ്ഞ പോലെ 1 കൊരിന്ത്യർ 7:39 ഈ വിവരം പ്രത്യേകം പറയുന്നത് നമ്മൾ ഓർക്കുക. ഒരു ദൈവ വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ആളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തെ അറിയാത്ത ഒരു കാർണൽ അല്ലെങ്കിൽ പിശാച് വസിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് അവരെ ശരീരം പങ്കുവെക്കുകയും മനസ്സ് പങ്കുവെക്കുകയും ചെയ്യുമ്പോഴേ ദർ ഈസ് ആൻ ഈവിൾ ട്രാൻസ്ഫർ ഹാപ്പനിങ്. അവിടെ ഒരു റിജക്ഷൻ ഒന്നും വരത്തില്ല. ആരാണ്? പിശാച്. നിങ്ങൾ വിചാരിക്കും പിശാച് ആയതുകൊണ്ട് ദൈവം അടുത്തോട്ട് വരുമ്പോൾ പിശാച് ഓടിപ്പോകുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നുന്ന പോലെ കയറാനും ഇറങ്ങാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ല. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ടെസ്റ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അത് വേറൊരു സ്റ്റൈല്. അത് ആ സ്റ്റൈലൊന്നുമല്ല ബൈബിളിൽ പറയുന്നത്. മലാഖിയിൽ പറയുന്ന ഐ ഹേറ്റ് ഡൈവേഴ്സ്. അതുപോലെ ഡൈവേഴ്സ് ചെയ്യുന്നവരെ വീണ്ടും കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല ചർച്ച്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കംപ്ലീറ്റ് ഡൈവേഴ്സ്. ഇപ്പം വെസ്റ്റിലൊക്കെ ചെന്നാൽ ഡൈവേഴ്സേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ ഡൈവേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ, ഡൈവേഴ്സ് നടത്തുന്നവർക്ക് വേണ്ടി വീണ്ടും സെപ്പറേറ്റ് കല്യാണം, ഇതൊക്കെ ചർച്ചസിൽ ഇന്ന് സർവ്വസാധാരണമാണ്. ചില ഡൈവേഴ്സൊക്കെ ഏതെങ്കിലും ജെന്യുവൻ റീസൺസിലാകാം, അതൊക്കെ ഉണ്ടാകാം. അതൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ കുറവ് കൊണ്ടുമൊക്കെ ആവാം. അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി വെരി സീരിയസ്. ഇറ്റ് ഈസ് എ ഡീപ്പ് തിങ്.
മാരേജിലെ ഡൈവേഴ്സും അതിനകത്തുള്ള ലോ ഓഫ് അട്രാക്ഷനും അതിലെ വീണ്ടും മാരേജ് ചെയ്യുന്നതും ഒക്കെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ദുർനടപ്പുമായിട്ട് ചേർന്നുള്ള എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാം. സോ ലോ ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് to learn because it helps you to attract those good things you want to attract in your life. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ, അത് ഹോണർ ചെയ്യപ്പെടുമ്പോഴേ അത് അട്രാക്റ്റ് ചെയ്യാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് യു ക്യാൻ അട്രാക്ട് മണി. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. യു ക്യാൻ അട്രാക്ട് മണി ബൈ ഷോയിങ് ഇൻ സം റെസ്പെക്റ്റ്. പണം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞു സ്പിരിറ്റ് ഓഫ് മാമോൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ പണമുള്ളവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക, അവർ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പണം ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യമുള്ള ദൈവദാസന്മാരുടെ ആലോചന കേൾക്കുക. ബി ജനറസ് ആവുക. ഗീവ് ടൈറ്റ് ടു ഗോഡ്. ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. വർക്ക് ഹാർഡ്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക. ബി വൈസ് ടു ഇൻവെസ്റ്റ് ആൻഡ് സ്പെൻഡ്. നിങ്ങൾ ബുദ്ധിയോടുകൂടി നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അവോയ്ഡ് ബോറോയിങ് അൺനെസറലി. ആവശ്യമില്ലാതെ കടം വാങ്ങരുത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചില ശുശ്രൂഷകന്മാർ നല്ല രീതിയിൽ പണം കൈകാര്യം ചെയ്യും, അതിൽ നിന്ന് പ്രയോജനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ ജീവിതങ്ങൾ പണം അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പണം ഒരിക്കലും ഒരു ചാൻസായിട്ടല്ല നമ്മുടെ കൂടെ വരുന്നത്. തലമുറയായി വന്നതോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് വന്നതോ അല്ലാത്ത പണം ഒന്നും ഒരു ചാൻസായിട്ടല്ല വരുന്നത്. അത് നിങ്ങളെ ഹോണർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പണത്തിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. So please understand that there is a law of attraction. ഇത് എല്ലാ മേഖലകളിലും ഉള്ളതാണ്. ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഉള്ളതാണ്. അതുകൊണ്ട് വാട്ട് യു ഹോണർ. നമ്മളെ മാരേജ് ലൈഫ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാരേജ് ലൈഫിൽ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഹോണർ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഭാര്യ കീഴ്പ്പെട്ടിരിക്കുകയും നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുകയും പുരുഷന്മാർ ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ ഹോണർ ചെയ്യുന്നില്ല. അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യാനുമാണ് നിങ്ങളുടെ ഭവനം യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളത് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരു കട്ട പുകയായിരിക്കും. There are principles in Bible. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഹോണർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, ദൈവത്തിൻ്റെ ആത്മാവിടെ ഇറങ്ങി നിങ്ങളെ ഹോണർ ചെയ്യും. ദാറ്റ് ഈസ് ദ ലോ ഓഫ് അട്രാക്ഷൻ. ഇത് ലോ ഓഫ് അട്രാക്ഷനാണ്. മൂന്നാമത്തെ ഒരു ലോ ആണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജീവിതങ്ങളിലെ പലതും ആഗ്രഹിക്കുന്നവരാണ്. പല കാര്യങ്ങളും നന്നാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ല റിലേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ല ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സമ്പത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പല മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു? ദ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങളത് ഹോണർ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാ കൊണ്ട് നെഗറ്റീവായിട്ട് അത് സംസാരിക്കാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ, ദൈവം ഒരു വെളിപ്പെടുത്തി തന്ന ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങളൊന്ന് അസോസിയേറ്റ് ചെയ്യുക. അവരുമായിട്ടൊന്ന് ഇരിക്കുക. അവരുടെ പഠിപ്പിക്കൽ എങ്ങനെയാണെന്ന് നോക്കുക. അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരെ പോയി അവരുടെ സന്നിധിയിൽ അവരോട് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ടും അതൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ആ ശുശ്രൂഷ വരുന്നതായിട്ട് കാണാം. ദ മാൻറ്റിൽ ഓഫ് ഏലിയാവിൻ്റെ മാൻറ്റിൽ ഏലിശായ്ക്ക് വന്നു. ഏലിശായ്ക്ക് വന്നിട്ട് അത് ഗേഹസിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഏലിശ എന്ത് ചെയ്തു? ഏലിശ മരിച്ചിട്ട് പോലും ആ മാൻറ്റിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ ശവക്കല്ലറയിൽ വെച്ച് പോലും ഒരാൾ ആ ശവക്കല്ലറയിൽ കൊണ്ടിട്ടിട്ട് പോലും അവൻ മരിച്ചവൻ എഴുന്നേറ്റ് വന്നു. ആ മാൻറ്റിൽ ഈസ് ദെയർ. അത്ഭുതം പ്രവർത്തിക്കുന്നത് ആ മാൻറ്റിലാണ്. അവനിൽ കൂടി അവസാനം അത്
ഏലിയാവിൻ്റെ മാൻഡിൽ ആണ് അവിടെ വന്നത്. ഏലിയാവിൻ്റെ ആത്മാവും ആയിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നു, നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ ദൈവം ചില ആളുകളിൽ കൂടി നിങ്ങൾക്കൊരു മാൻഡിൽ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങളത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങളെ ഹോണർ ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒരു കാഷ്വൽ അപ്രോച്ചല്ല കർത്താവേ. ഓരോ കാര്യങ്ങളെ ഞങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് ചിന്തിപ്പാൻ ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് പലരും പല മേഖലകളിലെ കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പെടുന്ന മേഖലകൾ അവിടെ എന്ത് ആഗ്രഹിക്കുന്നു, എന്തായിത്തീരണം ആഗ്രഹിക്കുന്നു, അതൊന്ന് മനസ്സിലൊന്ന് ചിന്തിപ്പാനും അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുവാനും അവരെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ അങ്ങനെയുള്ളൊരു ചിന്ത ഈ ദിവസങ്ങൾ വരട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു രൂപാന്തരം ആ രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതം വേറൊരു രീതിയിലേക്ക്, ലെവലിലേക്ക് മാറത്തക്ക രീതിയിൽ ഈ ചിന്തകളെ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പ്രെയർ റിക്വസ്റ്റിന് വിളിക്കുമ്പോഴേ ദയവായിട്ട് രാത്രി 10 മണിക്ക് ശേഷം വിളിക്കണമേ എന്ന് വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഡേ ടൈമിലൊക്കെ പല മീറ്റിങ്ങുകളും പല സ്ഥലങ്ങളിലും ഒക്കെ പോകുന്നതുകൊണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിവതും രാത്രി 10 മണിക്ക് ശേഷം വിളിച്ചാൽ അത് അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചില ദിവസങ്ങളിൽ അതുപോലെ രാവിലെ സമയങ്ങളിൽ 7 മണി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഞാൻ ഫ്രീ ആയിരിക്കും. ആ സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രയർ റിക്വസ്റ്റിൽ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.